ചേട്ടാ കുറച്ചും കൂടെ മര്യാദക്ക് സംസാരിക്കുകയാണെങ്കിൽ കേൾക്കുന്നവർക്ക് മനസ്സിലാവും. ചേട്ടാ ഇപ്പൊ എന്ത് പറഞ്ഞു? ചേട്ടൻ കട്ട് ചെയ്ത് സാധനം കട്ട് ചെയ്ത് ഓഫി ചേച്ചി. അണ്ണാ നിങ്ങളിപ്പോ പറഞ്ഞത് എനിക്ക് നേരെ സംസാരിക്കാൻ അറിഞ്ഞൂടുന്നല്ലേ? ഞാൻ ഇപ്പൊ എന്റെ മലയാള ഭാഷയാണ് ഞാൻ പറഞ്ഞത്. എന്റെ ഭാഷ എന്ന് പറഞ്ഞാല് എനിക്ക് അത്ര വലിയ കാര്യമാണ്. ഭാഷയെ സ്നേഹിക്കുന്നവനാണ് ഞാൻ, അറിയോ? മലയാള ഭാഷ എന്ന് പറഞ്ഞ എന്റെ അമ്മയാണ്. ഇങ്ങനെ ക്ഷുഭിതനാവാതെ ക്ഷമയോട് സംസാരിക്കൂ. എങ്ങനെയാ ക്ഷമിക്കും? എന്റെ അമ്മയെ പറഞ്ഞ എനിക്ക് സഹിക്കോ? മലയാള ഭാഷ ഞാൻ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എന്റെ പൊന്നിയേട്ടാ ഞാൻ എടുത്ത് അങ്ങ് ഇട്ടാ മതി, കുഴപ്പമൊന്നുമില്ല കേട്ടാ ചേച്ചി. വേറൊരു കാര്യം പറയാൻ പറ്റുപോയി. അതെ, ഒറ്റ ഒരു ബൈറ്റ് കൂടെ ഒന്ന് എടുക്കൂ പ്ലീസ്. ഒന്നൂടെ ചെറിയൊരു സാധനം ഇവിടെ ചേർത്താൻ കിട്ടാൻ മതി. എന്റെ ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി അറിയിച്ചോളുന്നു. നന്ദി. நம்ம கேசு ரொம்ப நல்லா கவிதை எழுதுவான். கேசு நீ எழுதின கவிதை கொஞ்சம் பாடிக்கூடா. ഞാനത് മറന്നിരിക്കുകയായിരുന്നു. ഇതിപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അത്ര നിർബന്ധമാണെങ്കിലേ. നിർബന്ധമില്ലെന്നേ. എന്നാ വേണ്ട, അപ്പൊ അത്രയുള്ളു. Thank you. നന്ദി. ഈ ഷൂട്ട് ചെയ്തൊക്കെ ഇന്ന് തന്നെ വരുമായിരിക്കുമല്ലോ അല്ലേ? ചാനലിന്റെ പേരെന്തുവാ? ചേട്ടന്റെ പേര് ചേട്ടന്റെയോ? അയ്യോ, ഞങ്ങളുടെ ഒരുപാട് വ്യൂവേഴ്സ് ഒക്കെ ഉള്ള ചാനലാ, കേട്ടിട്ടില്ലേ? തള്ള്. ഞാൻ കേട്ടിട്ടുണ്ട്. പാറമടയുടെ അഭിമാനമുത്തേ. പാറമടയുടെ അഭിമാനമുത്തേ. പാറമടയുടെ അഭിമാനമുത്തേ. പാറമടയുടെ അഭിമാനമുത്തേ. അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ ശിവന്മാരുടെ ഒരു കാര്യം. അഭിവാദ്യങ്ങൾ 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 പാറമട കേശുവിന്റെ അഭിവാദ്യങ്ങൾ. പാറമട കേശുവിന്റെ അഭിവാദ്യങ്ങൾ. പാറമട കേശുവിന്റെ അഭിവാദ്യങ്ങൾ. പാറമട കേശുവിന്റെ അഭിവാദ്യങ്ങൾ. പൊളിച്ചടാ, നീ നമ്മുടെ പഞ്ചായത്തിന്റെ അഭിമാനം. താങ്ക് യു. എന്തേരത് ഈ ഫോട്ടോ ഒപ്പം എടുത്തടാ? അളിയ നീല രാവിലെ എനിക്ക് അയച്ചത്. ഇതിനായിരുന്നു രാവിലെ ഫോട്ടോ ചോദിച്ചത്. അതെ. അയ്യോ ഇതൊക്കെ കുറച്ച് ഓവറില്ലേടാ. എന്തോന്ന് ഓവർ? ഒരു ഓവറും ഇല്ല. എന്നാ പിന്നെ അങ്ങനെയെങ്കിൽ അങ്ങനെ ജംഗ്ഷനിൽ വല്ലതും വെച്ചാ? പിന്നെ ജംഗ്ഷൻ രണ്ടെണ്ണം കേറ്റി വെച്ചിരിക്കുന്നുണ്ട്. രണ്ടെണ്ണം വെച്ചാ? യവന്മാരുടെ ഒരു കാര്യം. വേണ്ടെന്ന് പറഞ്ഞാ കേൾക്കില്ലേ നമ്മളെ പിള്ളാരാ. എനിക്ക് ഈ പ്രശസ്തിയിലൊന്നും ഒരു താല്പര്യം ഇല്ല. അതുകൊണ്ട് ഇതൊന്നും ഇങ്ങനെ ചെയ്യല്ലേ. ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടുകാരൊക്കെ ഫോട്ടോ ചോദിക്കും, കൊടുക്കല്ലേ? കൊടുക്കണ്ട. നിന്നെ സമ്മതിക്കണം. റാങ്ക് മേടിച്ചാണോ? അല്ല, അതിന് സമ്മതിക്കണം. ഇപ്പോഴത്തെ കാലത്തെ സാധാരണ ചെറിയ എന്തെങ്കിലും വിഷയം കിട്ടിയാൽ മതി ലോകം മുഴുവൻ അറിയിക്കുന്ന സ്വയം പൊങ്ങിയുള്ള കാല. ഈ കാലത്ത് നിന്നെ പോലുള്ള ആൾക്കാര് നീ വലിയവരാണോ? വലിയവൻ. அதனாலதான் நான் எப்பவும் சொல்றது நம்ம கேசு சூப்பர் தான். കനാൻഡി ഇങ്ങനെ ആൾക്കാർ കൂടിയിരിക്കുന്ന സമയത്ത് ദേവിയത് അങ്ങനെ പറയല്ലേ. ഞാൻ പറഞ്ഞിട്ടില്ലേ അങ്ങനെ പറയരുതെന്ന്. അതായത് നമ്മളൊക്കെ വെറും വട്ട പൂജയാണ്. ഈ ക്ഷണികമായ ജീവിതത്തിൽ നമ്മൾ നേടുന്നത് എന്തും വെറും തന്മാത്രയുടെ വലിപ്പം പോലും ഇല്ലാത്ത കാര്യങ്ങൾ എന്ന് വെച്ചാല് ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവം. അതില് നമ്മൾ വെറും ഒരു അണു ബാക്ടീരിയ. അതുകൊണ്ട് എനിക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല. ഫ്ലെക്സ് ഒക്കെ എടുത്തോണ്ട് പോടാ. നീ ഇത് സീരിയസ് ആയിട്ട് പറയുന്നതാണോടാ? തന്നല്ലേ ഞാൻ സീരിയസ് ആയിട്ട് പറയണേ. നിനക്ക് സിംപ്ലിസിറ്റിയോടാ താല്പര്യം ഇല്ലേ? പിന്നല്ല, നമ്മളെ സിംപ്ലിസിറ്റിയുടെ ആളല്ലേ. അങ്ങനെയാണെങ്കിലേ മച്ചമ്മ ഒരു കാര്യം ചെയ്യും, ഈ ഫ്ലെക്സ് ഒക്കെ എടുത്തോണ്ട് പൊക്കോ. അല്ലളിയാ, ഇത്രയും കാശ് മുടക്കി അടിച്ചതല്ലേ? കാശിന്റെ കാര്യം നിങ്ങൾ നോക്കണ്ട, അതൊക്കെ അങ്ങ് പോട്ടെ. പിന്നെ ജംഗ്ഷനിലൊക്കെ വെച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞേ, അവിടെ നിന്ന് കഴിച്ചേക്കും. ഇതൊക്കെ ഭയങ്കര ആർഭാടമായി പോയില്ലേ? അതെ കേശുവിന് ഇഷ്ടമില്ലാത്ത ഒന്നും ഒരു പരിപാടികളും നടക്കുന്നില്ല. അല്ല അളിയ, നമ്മളെ അടിച്ചല്ലേ? എന്തടിച്ചത്? അല്ല ഫ്ലെക്സ്. അതൊന്നും കുഴപ്പമില്ല, നിനക്ക് നീല പറഞ്ഞേ. അങ്ങനെയല്ല. അല്ല, നിനക്ക് വിഷമമാണോ? ഒരു കാര്യങ്ങളും ഇവിടെ വേണ്ടതേ. അല്ല അമ്മ, അല്ല കണേ. അതെ, ഒരു മിനിറ്റ്. അളിയ
ഒറ്റയുണ്ട്. എന്താന്ന് എടാ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാനേ നിന്റെ അളിയനായതിൽ അഭിമാനിക്കും. എടാ മെമ്പർ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഇന്നത്തെ കാലത്തെ ചെറിയ എന്തെങ്കിലും കാര്യം കിട്ടിയാൽ തന്നെ വൈറലാവാൻ ശ്രമിക്കുന്ന ആൾക്കാർക്കിടയിൽ നീ യൂണിവേഴ്സിറ്റി റാങ്ക് മേടിച്ചിട്ട് സിമ്പിൾ ആയിട്ടിരിക്കാൻ പറയാന്ന് പറഞ്ഞാൽ എടാ അത് കിടലല്ലേ. അളിയത് അങ്ങനല്ല. എങ്ങനല്ല ഇതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് തന്നെ. ഏതൊക്കെ ഇതൊക്കെ ഇതൊക്കെ ഇത് മാത്രല്ല, ചാനലുകാരെ വിളിപ്പിച്ചത്, ഫ്ലെക്സ് അടിപ്പിച്ചത് എല്ലാം ഞാൻ തന്നെ. പിന്നല്ലാതെ പിന്നെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടൊരു സെക്കൻഡ് റാങ്ക് ഒക്കെ മേടിച്ചിട്ട് അത് യൂണിവേഴ്സിറ്റി തലത്തിൽ നാട്ടുകാരെ അറിയിച്ചില്ലെന്ന് പറഞ്ഞത് മോശമല്ലേ? നെയ്യാറ്റിൻകരയിൽ ഇപ്പൊ ഒരു 3 ഫ്ലെക്സ് പൊങ്ങിക്കാണും. പിറവത്ത് 4 ചെറുതായിട്ട് അറിയട്ടെന്ന് വിചാരിച്ച് ശാർക്കരയിലും വിളിച്ചു പറഞ്ഞു. കുഴിപ്പള്ളത്തും അളിയന്റെ അച്ഛനെ അമ്മയും ഞാൻ വിളിച്ചു പറഞ്ഞു കുറച്ച് മുമ്പേ. അവിടെ ഇപ്പൊ 2 ഫ്ലെക്സ് പൊങ്ങിക്കാണും. മധുരയിലും വിളിച്ചു പറഞ്ഞു ചൊക്കലിംഗം മാമേ സെറ്റ്. പിന്നെ ആർഭാടം ഒന്നും താല്പര്യം പറഞ്ഞതോ? അതൊക്കെ നമ്മൾ അങ്ങനെ പറയും. അത് നമ്മുടെ ആക്ടിങ് സ്കില്ലല്ലേ? പെർഫോം ചെയ്തതാണോ? മനസ്സിലാവുന്നില്ലടാ. അങ്ങനെ ചെയ്യുമ്പോ അളിയും കൂടെ കട്ടക്ക് ഇരിക്കണ്ടേ? അങ്ങനെ നിക്കണം അല്ലേ? അണ്ടറിന്ന് കയറണം. ഇനി പിടിക്കാം. അപ്പൊ ഞാൻ മറ്റേ സാധനം ഇട്ടാ ഏതാ ഇത്? ഏത്? മുത്തേ മുത്തേ കേശു മുത്തേ 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 കേശു മുത്തേ പാറമടയുടെ അഭിമാനമുത്തേ പാറമടയുടെ അഭിമാനമുത്തേ അഭിവാദ്യങ്ങൾ 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 അഭിവാദ്യങ്ങൾ. തീർത്തു. ഒറ്റ സെക്കൻഡ്. ജംഗ്ഷനിൽ എവിടെ ഫ്ലെക്സ് വെച്ചേക്കുന്ന പറഞ്ഞേ? നാട്ടുവിളി തന്നെ ഉണ്ട്. അവിടെ എത്ര? 2 രണ്ടെണ്ണം വെച്ചിട്ടുള്ളോ? ഒരു എക്സ്ട്രാ 200 ഓർഡർ കൊടുത്തേക്ക്. കാശ് ഞാൻ ഇറക്കും. നമുക്കേ തൽക്കാലം ജംഗ്ഷനിൽ വെച്ചിരിക്കുന്ന ഫ്ലെക്സ് ഒന്ന് നോക്കിട്ട് വരാം. അയ്യേ ഓനെ അതൊക്കെ വേണോ? പിന്നെ അത് മസ്റ്റ് അല്ലേ? മെമ്പറെ കേറ്റി വിളിച്ചോ. മുത്തേ മുത്തേ കേശു മുത്തേ 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 കേശു മുത്തേ 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 കേശു മുത്തേ 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 കേശു മുത്തേ പാറമടയുടെ അഭിമാനമുത്തേ പാറമടയുടെ അഭിമാനമുത്തേ പാറമടയുടെ അഭിമാനമുത്തേ പാറമടയുടെ അഭിമാനമുത്തേ അഭിവാദ്യങ്ങൾ 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 ആയിരം ആയിരം അഭിവാദ്യങ്ങൾ ആയിരം ആയിരം അഭിവാദ്യങ്ങൾ